അല്ല ഷാജു മാഷേ, സ്കൂളിൽ കരാട്ടയും കളരി തുടങ്ങിയെന്ന് കേട്ടു, ശരിയാണോ? പിന്നെ കുട്ടികൾക്ക് അത് അത്യാവശ്യമാണല്ലോ. ശരീരം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ബോഡി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ബോധവൽക്കരണം ഇപ്പോൾ ആവശ്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ തലമുറ അത് പിന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അല്ല പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ, ഇപ്പോഴത്തെ കാലത്ത് ഈ നന്നായി വ്യായാമം ചെയ്യുക, അതുപോലെ ഡയറ്റ് കൺട്രോൾ ചെയ്യുക, അതുപോലെ ഭക്ഷണം നന്നായി കഴിക്കുക, അവരാണല്ലോ പൊട്ടുപൊടുക്കണം കുഴഞ്ഞു വീണിരിക്കുന്നത്. ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിരിക്കുമ്പോഴേ അതാ കിടക്കുന്നു അല്ലേ? നോ യു ആർ മിസ്റ്റേക്കൺ. ആയുസ് എപ്പോൾ കഴിയും, എപ്പോൾ മരണപ്പെടും, അല്ലെങ്കിൽ ഇപ്പോൾ എപ്പോൾ രോഗം വരും എന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല. പിന്നെ ഈ ലൈഫ് സ്പാൻ കൂട്ടാൻ വേണ്ടിയിട്ടല്ല വ്യായാമം, മനസ്സിലായില്ലേ? അത് നമ്മൾ ഉള്ള കാലം, ജീവിക്കുന്ന കാലം ഹാപ്പിയായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് വ്യായാമം പറഞ്ഞൊരിത്. ആണ്, ലോകത്തുള്ള സകല ദുശീലങ്ങളും ചെയ്യണവരും നാട്ടിലെ 10 പൈസയ്ക്ക് ഉപകാരം ഇല്ലാത്തവരൊക്കെ 90-100 വരെ ഇരിക്കുക. മറ്റുള്ള നന്നായി ജീവിക്കണവർ പൊട്ടുപൊടുക്കനെ പോകണം അല്ലേ? നന്നായി ഇരിക്കണതൊക്കെ പൊട്ടുപൊടുക്കനെ പോവുക പറയുമ്പോൾ പേടിയാകണം. പക്ഷേ നിക്കേ മർമാണി ശിവൻ്റെ കഥ അറിയോ? മൂപ്പര് എങ്ങനെയാ മരിച്ചെന്നറിയോ? അയാളെ കളരി, മർമ്മവിദ്യ, കുങ്ഫു 18 കളറിൻ്റെ ആശാനാണ്. ചൂണ്ടാണ് വെറുതെ അത് ഒരു കൈ കൊണ്ട് ചൂണ്ടി അവിടെ നിർത്തും. മൂപ്പര് എങ്ങനെയാ മരിച്ചെന്നറിയോ? മുട്ട പോണ്ട തൊണ്ടയിൽ കുടുങ്ങിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകേണ്ട സമയമാകുമ്പോൾ ഓരോ കാരണങ്ങൾ